നിങ്ങൾക്ക് തന്ന വേദന ആരോ ഒരാളിൽ നിന്നും അവർക്കും ലഭിക്കുന്നുണ്ട്, മറ്റാരോ ഇവരെയും ചതിക്കുന്നുണ്ട്, അത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. ഹലോ, നിങ്ങളെ വേദനിപ്പിച്ചവർ ഇപ്പോൾ എന്ത് കർമ്മയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫയൽസ് നിങ്ങൾ തമ്മിലിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. കാർഡ്സ് നോക്കാം. What are they hiding? Karma's current action. What they realize about you now? Which outcome if they don't change? അവരുടെ കറണ്ട് എനർജി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 6 ഓഫ് വാൻഡ്സ് ആണ്. അവരൊരു വിജയിച്ച എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവരെന്തൊക്കെയോ നേടി, അതിൻ്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് അവരുടെ കറണ്ട് എനർജിയാണ്. പുറമേ അവർ കാണുന്ന നിങ്ങളുടെ മേൽ അവർ നേടിയ വിജയം എന്ന് അവർ കരുതുന്ന കാര്യമാണ് ഇപ്പോൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ യഥാർത്ഥ അവസ്ഥ അതല്ല. അവർക്ക് ഇപ്പോൾ 2 കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവർക്ക് എന്താണോ കിട്ടിയത് അതും അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യവും തമ്മിൽ അവർക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്ന തേർഡ് പാർട്ടി ഇഷ്യൂ ആണ്. നിങ്ങളുടെ പേഴ്സണെ ഒരു പക്ഷേ അവരുടേതാക്കി മാറ്റി എന്ന് അഹങ്കരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പേഴ്സണുമായിട്ട് ഇപ്പോൾ ചെന്നിട്ടുള്ള പേഴ്സണെ അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ലൈഫിൽ ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ജഗ്ലിംഗ് എനർജി വളരെ കാര്യമായിട്ട് ഉണ്ട്. പുറമേ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അവർക്കിത് ഒരു വലിയ സ്ട്രഗിളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ നേടിയെന്ന് കരുതുന്ന വിജയം അവർക്ക് ആക്ച്വലി ഒരു ബുദ്ധിമുട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി കർമ്മയുടെ ഇപ്പോഴത്തെ ആക്ഷൻ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിന് അവർക്ക് കർമ്മ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? 5 ഓഫ് സ്വോർഡ്സ് എനർജിയാണ്. അതായത് മറ്റാരോ ഇവരെയും ചതിക്കുന്നുണ്ട്, അത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. ഇവർക്കത് മനസ്സിലായിട്ടില്ല. അവരെന്താണോ ചതിച്ച് നേടിയത് അത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. 5 ഓഫ് സ്വോർഡ്സ്. അവരെ വേദനിപ്പിക്കാനായിട്ട് മറ്റാരൊക്കെയോ കർമ്മ മറ്റേ ആരൊക്കെയോ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5 ഓഫ് സ്വോർഡ്സ് ആണ്. അവർ നിങ്ങൾക്ക് തന്ന വേദന ആരോ ഒരാളിൽ നിന്നും അവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ഒരു വിജയത്തിനിടയിലും അവർക്ക് ഒരു സൈഡിൽ നിന്ന് വേദനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുണ്ടായിട്ടുള്ള 2 കാര്യങ്ങളെ, അത് ജോലിയായിരിക്കാം, ഒരു പേഴ്സൺ ആയിരിക്കാം, എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അവർക്ക് അത് ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അവർ നിങ്ങൾ എന്തുമാത്രം വേദനിച്ചു എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറമേ കാണുന്നില്ലെങ്കിലും ഈ ഒരു എനർജി ബാലൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുമാത്രം വേദന സഹിച്ചു എന്നുള്ളത് മറ്റൊരു രീതിയിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ഓഫ് വാൻഡ്സ് ആണ്. അതൊരു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ, ആരാണ് എതിർക്കുന്നതെന്ന് അറിയാതെ സഫർ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് കർമ്മ ഈസ് ഓൺ ദ റോൾ എന്നുള്ളതാണ്. കർമ്മ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് വേദനിപ്പിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് മറ്റൊരു രീതിയിൽ വേദന സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. ഇതൊരു ഫൈനൽ ഔട്ട്കമാണ്. അതായത് അവർ ചെയ്ത പ്രവൃത്തികൾക്കുള്ള പരിഹാരം ചെയ്തില്ല എങ്കിൽ, അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് അവർക്ക് ജസ്റ്റിസ് കിട്ടുമെന്നല്ല, ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം കർമ്മ അവിടെ വർക്ക് ചെയ്യും. ഇവരുടെ തെറ്റ് തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് ജസ്റ്റിസ് കാർഡ് എന്ന് പറയുന്ന വെരി ഹൈ എനർജി കാർഡാണ്. നീതിയുടെയും ന്യായത്തിൻ്റെയും കാർഡാണ്. നീതി നടപ്പാക്കപ്പെടും എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് ശിക്ഷ വരുന്നുണ്ട്. ഇവരുടെ തെറ്റുകൾ അവർ തിരിച്ചറിഞ്ഞില്ല, അവരുടെ മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ അവർക്കുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഈസ് ഇൻ സ്റ്റോർ ഫോർ ദം. യൂണിവേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ജസ്റ്റിസ് എനർജിയാണ്. നീതി തീർച്ചയായിട്ടും നടപ്പാക്കപ്പെടും എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും എന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു സ്പ്രെഡാണ് ഇത്. നമുക്കൊരു ക്ലാരിറ്റി കാർഡ് കൂടി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് നിങ്ങളുടെ ആക്ഷൻ ഈ ഒരു സമയത്ത് വേണ്ടത് എന്ന് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, വെരി പോസിറ്റീവ് എനർജി. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് വിഷമിച്ച് ഇരിക്കാതെ നിങ്ങൾ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് തൽക്കാലം തൃപ്തിപ്പെടുക. ഇപ്പോൾ നിങ്ങൾ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കർമ്മ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെടേണ്ടതായിരുന്നു. അതിലൂടെ എന്തൊക്കെയോ കർമ്മ നടപ്പാവാനുണ്ട്. അതിനുള്ളൊരു സിറ്റുവേഷൻ യൂണിവേഴ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോകേണ്ടതില്ല. നിങ്ങൾ സെൽഫ് ലവിൽ ഇരിക്കുക. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും
ദോഷമായിട്ടുള്ള എല്ലാം നിങ്ങൾ ഈ സമയത്ത് ഉപേക്ഷിക്കുക. സ്വന്തം കെയറിൽ മാത്രം, സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം മനസ്സമാധാനത്തിലും മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഈ സമയത്ത് വേറൊരു ആക്ഷനും എടുക്കാൻ പോകരുത്. ആരോടും ശത്രുത വെച്ചുകൊണ്ടിരിക്കരുത്. ശത്രുതയുള്ളവർക്ക് ആ കർമ്മയുടെ പങ്ക് കിട്ടും. നിങ്ങളുടെ മനസ്സ് എന്ന് ശത്രുതയില്ലാതെ ക്ലിയർ ആവുന്നോ അന്നാണ് ഈ ജസ്റ്റിസ് നടപ്പിലാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു. അതായത് അവർ ചെയ്ത തെറ്റ് അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്തത്, അതായത് അവർക്ക് കുറ്റബോധം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഹലോ, കർമ്മ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ വേദനിപ്പിച്ചവരെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. പൈൽ നമ്പർ 2 റീഡിംഗ് ആണ്. കൂടുതൽ പേർക്ക് തേർഡ് പാർട്ടി എനർജി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. കറണ്ട് എനർജി ആയിട്ട് അവരുടെ കറണ്ട് എനർജി, നിങ്ങളെ ഉപദ്രവിച്ചവരുടെ വേദനിപ്പിച്ചവരുടെ കറണ്ട് എനർജി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ വലിയ വിജയം നേടി എന്നവർ കരുതുന്നു. അവരുടെ കഴിവ് കൊണ്ട് അവർ നേടി എന്നവർ കരുതുന്നു. അവരുടെ സ്കില്ല് അവർ ഇമ്പ്രൂവ് ചെയ്തു എന്ന് കരുതുന്നു. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിചാരിക്കുന്നു. അവരെന്താണോ നേടിയെടുത്തത് അത് അവരുടെ മിടുക്ക് കൊണ്ടാണ് എന്ന് അവർ ചിന്തിക്കുന്നു, അഹങ്കരിക്കുന്നു എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു വിജയത്തിനിടയിലും എന്താണ് അവർ ഹൈഡ് ചെയ്യുന്നത്? ചില സത്യങ്ങൾ അവരെ മുറിപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു വാളാണ് ഇവിടെ വന്നിട്ടുള്ളത്. റിയാലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഈ നേട്ടം ധനപരമായ നേട്ടമായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരു പേഴ്സണെ നേടിയെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം അവർ മറ്റുള്ളവരെ ചതിച്ച് നേടിയെടുത്തിട്ടുണ്ടായിരിക്കാം. അത് അവരുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് കുറ്റബോധമുണ്ട്. ഈ കാർഡിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടി തരുന്ന കാർഡാണ് അടുത്തത്. എങ്ങനെയാണ് കർമ്മ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ വിജയത്തിനിടയിലും അവർക്ക് ഏസ് ഓഫ് സ്വോർഡ്സ് ആൻഡ് കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അതായത് അവർ ചെയ്ത തെറ്റ് അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം അവർക്ക് ഉണ്ട്. അതായത് അവർക്ക് കുറ്റബോധം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് സ്വോർഡ്സ് ആൻഡ് കിങ് ഓഫ് സ്വോർഡ്സ്, അതായത് ഒരേ എനർജിയുടെ തുടക്കവും ഒടുക്കവുമാണിത്. അതായത് അവരുടെ മനസ്സ് നിറയെ കുറ്റബോധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു റിയാലിറ്റി അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാർഡിലും നമുക്ക് വന്നിട്ടുള്ളത് സ്വോർഡ് എനർജിയാണ്. എന്താണ്? 9 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് നിങ്ങളെക്കുറിച്ച് അവർ ഈ സമയത്ത് എന്ത് മനസ്സിലാക്കുന്നു? ഈ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം, കർമ്മ അനുഭവിച്ചു തുടങ്ങിയതിന് ശേഷം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? 9 ഓഫ് സ്വോർഡ്സ്, അതായത് നിങ്ങൾ എത്ര കാലം ഉറക്കമിളച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ കാര്യത്തിൻ്റെ പുറത്ത് എന്തുമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നേട്ടം ഉള്ളപ്പോൾ പോലും. ഫസ്റ്റ് പൈലുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് ഈ സ്പ്രെഡിലും തോന്നുന്നത്, പ്രത്യേകിച്ച് 4ാമത്തെ കാർഡിൽ. നിങ്ങളുടെ വേദന ഫസ്റ്റ് പൈലിലായാലും സെക്കൻഡ് പൈലിലായാലും നിങ്ങളുടെ വേദന നിങ്ങളെ ചതിച്ചവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വോർഡ് എനർജി 3 കാർഡിലാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ തോട്ട്സ്, അവരെന്തൊക്കെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ തോട്ട്സ്, അവരുടെ മനസ്സ് അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ചിന്ത അവരെ മനസാക്ഷിയെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് അവർ ചെയ്തത് എന്നുള്ളത്. നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുന്നുമുണ്ട്. ഇനി ഈ ഒരു സിറ്റുവേഷൻ തുടർന്നു പോവുകയാണെങ്കിൽ, അവരൊരു മാറ്റവും വരുത്താൻ തയ്യാറാവാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? 10 ഓഫ് കപ്സ് ആണ്. അവരുടെ സമാധാനം, പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള സമാധാനം പൂർണ്ണമായിട്ടും തകർന്നു പോകും എന്നുള്ളതാണ്. ഈ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഫൈനൽ ഔട്ട്കം, അതായത് അവർ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാർഡാണ്. 10 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാർഡാണ്. പക്ഷേ ഇത് അവർക്ക് വരാൻ പോകുന്ന തെറ്റ് തിരുത്തൽ നടന്നില്ലെങ്കിൽ അവർക്ക് എന്ത് വരുമെന്ന് ചോദിക്കുമ്പോഴാണ് ഈ കാർഡ് കിട്ടുന്നത്. ഇതിൻ്റെ മീനിങ് അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. നമുക്ക് ആർക്കും പ്രശ്നം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയാണ് കർമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് അവർ നശിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ, തട്ടിയെടുത്ത് നേടിക്കൊണ്ട് പോയിട്ടുണ്ടോ അതവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഒരു ക്ലാരിറ്റി കാർഡ് എടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരാളെയും ശപിക്കാൻ നിൽക്കേണ്ട, ഒരാളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അങ്ങനെ ചെയ്യരുത്. കാര്യം മനസ്സിലാക്കുക, അതിനുശേഷം എന്ത് ആക്ഷൻ എടുക്കണം എന്ന് നമുക്ക് നോക്കാം. 10 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ കൊണ്ടു നടന്ന ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. കർമ്മ അതിൻ്റെ ആക്ഷൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളും നിങ്ങൾ കൊണ്ടു നടന്ന ഇമോഷണൽ ബാഗേജ് അത് മാറ്റി വയ്ക്കുക, ഇറക്കി വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബാഗേജ് ചുമന്ന് നടക്കുന്നിടത്തോളം കാലം യൂണിവേഴ്സിന് ഈ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് താമസം വരും. നിങ്ങൾ ഇതിനെ
ദൈവത്തിൽ സമർപ്പിച്ച് പൂർണ്ണമായിട്ടും വിട്ടുകളയുക. അത് ആരെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ വേണ്ടിയിട്ട് ആ ഒരു കർമ്മം തീർക്കുക, ഇറക്കി വയ്ക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും. ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കർമ്മയും ഈ കൂട്ടത്തിൽ ഇല്ലാതായി പോകുന്നുണ്ടായിരിക്കാം. ഏതൊക്കെയോ ജന്മങ്ങൾ നമ്മൾ ചെയ്ത കർമ്മയും ഇല്ലാതായി പോകുന്നുണ്ടാവാം എന്ന് മനസ്സിലാക്കുക. സോ ഓൾ ടുഗെദർ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇത് നിങ്ങളുടെ കർമ്മയായിരുന്നെങ്കിൽ അത് സോൾവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അതല്ല, അത് അവരുടെ കർമ്മയാണെങ്കിൽ ആ കർമ്മ അവരനുഭവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് കർമ്മ നെവർ ഫെയിൽസ്. കർമ്മ കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യും എന്നുള്ള ഒരു കൺഫർമേഷനാണ് ഈ കാർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.